പ്രിയപ്പെട്ടവരെ, വിഖ്യാത എഴുത്തുകാരൻ ഫ്രാൻസ് കാഫ്കയുടെ ജീവിതത്തിൽ നിന്നുള്ള ഹൃദയസ്പർശിയായ ഒരു സംഭവം പറഞ്ഞു തുടങ്ങി. കഥ കേൾക്കാൻ തയ്യാറായിക്കോളൂ. കാഫ്ക എല്ലാ ദിവസവും ഒരു പാർക്കിൽ നടക്കാൻ പോകുമായി. ഒരു ദിവസം പാർക്കിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി കരയുന്നതായി കണ്ടു. കാഫ്ക അവളുടെ അടുത്തെത്തി. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പാവയെ കാണാനില്ല. അവളുടെ കരച്ചിൽ മാറ്റാനായി കാഫ്ക കുറേ നേരം അവൾക്കൊപ്പം ചെലവഴിച്ചു. എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കാനായി ഇങ്ങനെ പറഞ്ഞു, നിന്റെ പാവ ഒരു യാത്ര പോയിരിക്കുന്നതാണ്. അവൾ നിനക്ക് കത്തെഴുതുമായിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും പാവയുടെ കത്ത് പെൺകുട്ടിയെ തേടിയെത്തി. സത്യത്തിൽ പാവ എഴുതുന്നത് പോലെ കാഫ്ക എഴുതിയ കത്തുകളാണ് പെൺകുട്ടിയെ തേടിയെത്തിയത്. ലോകത്തെ വിവിധ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പാവ കണ്ട കാഴ്ചകളെക്കുറിച്ചും പുതിയ സുഹൃത്തുക്കളെക്കുറിച്ചുമുള്ള വിശേഷങ്ങളുമാണ് ആ കത്ത് നിറയെ. പാവയുടെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ വായിച്ച് പെൺകുട്ടി വല്ലാതെ സന്തോഷിച്ചു. ഒടുവിൽ ഒരു ദിവസം കാഫ്ക പുതിയൊരു പാവയും വാങ്ങി കുട്ടിയെ കാണാൻ ചെന്നു. പാവയെ കണ്ട പെൺകുട്ടി പറഞ്ഞു, ഇതെൻ്റെ കാണാതായ പാവയല്ല. അവൾ വിതുമ്പി തുടങ്ങിയതോടെ കാഫ്ക അവൾക്കൊരു കത്ത് കൊടുത്തു. പാവയുടെ അതേ എഴുത്ത്. അവളത് വായിച്ചു. ഇത് ഞാൻ തന്നെയാണ്. യാത്രകൾ എന്നെ അടിമുടി മാറ്റിയതാണ്. അതോടെ പെൺകുട്ടി സന്തോഷത്തോടെ പാവയെ കെട്ടിപ്പിടിച്ചു. പ്രേക്ഷകരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാമോ? ഇന്ന് ലോക വിനോദസഞ്ചാര ദിനമാണെന്നേ. യാത്ര ചെയ്യാനും അടിമുടി മാറാനും പ്രിയപ്പെട്ട പ്രേക്ഷകർ തയ്യാറെടുത്തുള്ളൂ. ഓരോ യാത്രയും നിങ്ങളെ പുതുക്കി പണിതുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പഴഞ്ചനായി തീരുമെങ്കിൽ നിങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോ നിമിഷവും ഓരോ ഇടങ്ങളിലും പുതുക്കി പണിതുകൊണ്ടേയിരിക്കും. ഓരോ മനുഷ്യനിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ യാത്രകൾക്ക് കഴിയും. കേട്ടിട്ടില്ലേ, കെട്ടിക്കിടക്കുന്ന വെള്ളമാവാതെ ഒഴുകുന്ന വെള്ളമാവുകയാണ് വേണ്ടത്. നിങ്ങൾ ഒരിക്കലും തടാകങ്ങളാകരുത്. നിങ്ങൾ ഒരിക്കലും കായലുമാകരുത്. നിങ്ങൾ കടലുമാകരുത്. നിങ്ങൾ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കണം. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. പുതിയ സ്ഥലങ്ങൾ, പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ രുചികൾ, പുതിയ മനുഷ്യർ. ജീവിതം ഇതിനു വേണ്ടിയുള്ളതാണെന്നേ. യഥാർത്ഥത്തിൽ യാത്രയ്ക്ക് വേണ്ടി തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതല്ലേ യാഥാർത്ഥ്യം.